നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കേണ്ട തീയതി കഴിഞ്ഞോ എങ്കിൽ അതൊരു വലിയ സാമ്പത്തിക അപകടത്തിലേക്കാണ് വഴി തുറക്കുന്നത്. കാരണം ഒരു നിമിഷത്തെ അശ്രദ്ധ നിങ്ങളുടെ എല്ലാ സാമ്പത്തിക സുരക്ഷയും തകർക്കാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് പുതുക്കാതിരുന്നാൽ എന്തു സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇൻഷുറൻസ് പുതുക്കേണ്ട തീയതി നഷ്ടപ്പെട്ടാൽ ഉടൻ പരിശോധിക്കേണ്ടത് ഗ്രേസ് പീരീഡ് ആണ്. മിക്ക കമ്പനികളും 15 മുതൽ 30 ദിവസം വരെ അധിക സമയം നൽകാറുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ പണമടച്ചാൽ നിങ്ങളുടെ പോളിസി നിർത്തലാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാം. എന്നാൽ ശ്രദ്ധിക്കുക, ഈ ഗ്രേസ് പീരീഡിൽ ചികിത്സ വേണ്ടി വന്നാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. ഗ്രേസ് പീരീഡിനുള്ളിലും നിങ്ങൾ പോളിസി പുതുക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് ലാപ്സ് ആകും. അതോടെ നിങ്ങൾക്കുള്ള കവറേജ് പൂർണ്ണമായും നഷ്ടപ്പെടും. പിന്നീട് ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ മുഴുവൻ ചികിത്സാ ചെലവും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഇല്ലാതാക്കിയേക്കാം. ലാപ്സ് ആയാലുള്ള ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഇവയാണ്. വെയിറ്റിംഗ് പീരീഡ് റീസെറ്റ്. മുൻപ് നിങ്ങൾ പൂർത്തിയാക്കിയ പ്രീ എക്സിസ്റ്റിംഗ് അസുഖങ്ങൾക്കുള്ള വെയിറ്റിംഗ് പീരീഡ് 0 ആകും. പുതുക്കിയ പോളിസി എടുക്കേണ്ടി വരുമ്പോൾ ഈ വെയിറ്റിംഗ് പീരീഡ് വീണ്ടും ആദ്യം മുതൽ തുടങ്ങണം. നോ ക്ലെയിം ബോണസ് നഷ്ടം. ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച ബോണസ്, അതായത് കൂടുതൽ കവറേജ് നഷ്ടമാകും. കൂടുതൽ പ്രീമിയം. പ്രായം കൂടുന്നതിനനുസരിച്ച് പുതിയ പോളിസിക്കുള്ള പ്രീമിയം വർദ്ധിക്കും. പോളിസി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ കൃത്യമായ റിമൈൻഡറുകൾ വയ്ക്കുക. ഒരു തവണ ഇൻഷുറൻസ് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ആഘാതം വളരെ വലുതായിരിക്കും. ഓർമ്മിക്കുക, സമയബന്ധിതമായി പുതുക്കിയാൽ മാത്രമേ നിങ്ങളുടെ പോളിസിക്ക് ആജീവനാന്ത പുതുക്കൽ എന്ന ആനുകൂല്യം നിലനിർത്താൻ കഴിയൂ. നിങ്ങളുടെ പോളിസി ലാപ്സ് ആയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് അത് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുക. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവച്ച് അവരെയും സഹായിക്കുക.